ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. നമ്മുടെ യൂണിറ്റ് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ. ഇതെല്ലാം നമുക്ക് ഷോപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള വർക്കാണ്. എല്ലാം മടക്കി കവറിലിട്ട് വെച്ചിരിക്കുക. കുറേ കവറിലിടാനുണ്ട്, കുറേ ഇനി മടക്കാനുണ്ട്. എല്ലാം അത്യാവശ്യം അലങ്കോലമായി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അതൊക്കെ നമുക്ക് നീറ്റായി കെട്ടി അടുക്കി മടക്കി വെക്കണം. ഇന്ന് ഞായറാഴ്ചയാണ്, പക്ഷെ നമുക്ക് ഞായറാഴ്ച പോലും ഒഴിവെടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ സീസൺ ആയതുകൊണ്ടേ നമുക്ക് അത്യാവശ്യം യൂണിറ്റൊക്കെ വൃത്തിയാക്കാൻ ഞായറാഴ്ച ഒരു ദിവസം നമുക്ക് ഒഴിവിട്ടുള്ളൂ. ബാക്കി ദിവസങ്ങളൊക്കെ നമ്മൾ റഫായിട്ട് താഴ്വശമൊക്കെ ഒന്ന് അടിച്ച് വിടുന്നല്ലാണ്ട് നമുക്ക് കറക്റ്റായിട്ട് എല്ലാ പണിയും എല്ലാ സമയത്തും ഒതുക്കി കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ വർക്ക് എപ്പോഴും ചെയ്യുക, വർക്ക് കൊണ്ടുപോകുക, അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന സൈഡൊക്കെ നമ്മൾ വൃത്തിയായിരിക്കും. പക്ഷെ നമ്മൾ കട്ടിങ് പീസ് അങ്ങനെ കുറേ വേസ്റ്റുകളുണ്ടാവും. ഇതൊക്കെ നമുക്ക് ആഴ്ചയ്ക്ക് ഒരു ദിവസമേ വൃത്തിയാക്കാൻ പറ്റുള്ളൂ. പിന്നെ ചോക്ക്, ട്രിമ്മർ, കത്രിക എല്ലാം നമ്മൾ പല പല സ്ഥലങ്ങളായിരിക്കും. ഇതൊക്കെ നമ്മൾ ഞായറാഴ്ച ഒരു ദിവസം ഇരുന്ന് എല്ലാവരും ഒതുക്കി പെറുക്കി വയ്ക്കണം. നമ്മളത് കഴിഞ്ഞ് തിങ്കളാഴ്ച പുതിയത് കട്ട് ചെയ്യാനുള്ള കുറച്ച് മോഡലുകൾ അടിക്കണം. അതിനുള്ള പീസ് കുറച്ച് ഞാൻ മാറ്റി വയ്ക്കുകയാണേ. കുറച്ച് മോഡലുകൾ അടിച്ച് ഷോപ്പിലേക്ക് കൊണ്ടുപോകണം. എന്നാലും നമുക്ക് അടുത്ത വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല വെയിറ്റാണ് ഇതെല്ലാം. നമുക്ക് പാക്കിങ്ങിനൊക്കെ കുട്ടികളുണ്ട്, എന്നാലും അവർ ഉള്ള സമയത്ത് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോയ ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. ഉണ്ടോ, എല്ലാം പാക്ക് ചെയ്ത് വൃത്തിയാക്കി ഇട്ട് വെച്ച് നമുക്ക് ഇതിന് ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ മാത്രം വേണ്ടുള്ളൂ. വേറെയൊക്കെ നമുക്ക് ഓവർലോക്ക് ചെയ്യാനുണ്ട്. ഓവർലോക്ക് ചെയ്യാനും ചെയ്ത് കഴിഞ്ഞതും എല്ലാം നമ്മൾ മെഷീൻ്റെ മുകളിൽ വിരിച്ച് അങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കാം. നല്ല ചൂടാകുമ്പോൾ നമുക്ക് 2-3 ഫാനും കാര്യങ്ങളെല്ലാം ആവശ്യം കേട്ടോ. നമുക്ക് വൈകിട്ട് ഇതെല്ലാം സെറ്റായ ശേഷം നമ്മളൊരു 5 മണിയാകുമ്പോൾ വേണം നമ്മൾ ഞായറാഴ്ചകളിൽ മൊത്തം ഒന്ന് അടിച്ചു കോരി ഒന്ന് വൃത്തിയാക്കാൻ. എത്ര സ്ഥലവും സൗകര്യം ഉണ്ടായാലും നമുക്ക് മതിയാവില്ല യൂണിറ്റ് വർക്ക് ചെയ്യുമ്പോൾ. നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യും തോറും നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരുപാട് ഞാനൊന്നും ചെയ്യില്ല, ഞാൻ വലിയ ആളാന്ന് പറഞ്ഞിട്ടിരുന്നാൽ നമുക്ക് ഈ യൂണിറ്റിൽ ഒരു ബെനിഫിറ്റും ഉണ്ടാവില്ല. നമ്മൾ എല്ലാത്തിനും നമ്മൾ തന്നെ പണിയണം. പണിയും തോറും നമുക്ക് അതിനൊരു ഗുണം കിട്ടുകയുള്ളൂ. നമ്മൾ യൂണിറ്റ് ചെയ്യുമ്പോൾ ഇതിൽ കട്ടിങ് ഞാനാണ് ചെയ്യുന്നത്, വണ്ടി ഞങ്ങളുടെയാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു 10 രൂപ മെച്ചം പിടിക്കാൻ പറ്റുള്ളൂ. എല്ലാം നമ്മൾ കട്ടിങ്ങിന് ആളെ നിർത്തി നമ്മൾ വണ്ടി വാടകയ്ക്ക് എടുത്ത് കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു ലാഭം ഉണ്ടാവില്ല. യൂണിറ്റ് ചെയ്യണവർക്കൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയായിരിക്കും, എന്നാലും ഒന്ന് പറയുക കേട്ടോ. നമ്മളവിടെ വർക്കിന് വരുന്നവർ ഒരു 5:30 അവർക്ക് അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് അവർക്ക് പോകാം. പക്ഷെ നമുക്ക് രാത്രി 10 മണി വരെ പണിതാലും തീരാത്ത പണികൾ പിന്നെയും നമുക്ക് ഈ യൂണിറ്റിൽ ബാക്കിയുണ്ടാവും. അവർ പണി കഴിഞ്ഞ് പോയാലും നമ്മൾ ഷോപ്പൊക്കെ ഒന്ന് അടിച്ച് ഒരു വൃത്തിയാക്കണം. പിന്നെ ചോക്ക്, കത്രിക, ഇതിന് കുറേ കവറുകൾ എല്ലാം നമ്മളവിടെ പണിത് കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ എല്ലാം ഉണ്ടാവും. നമ്മളതൊക്കെ അടുക്കി പെറുക്കി വൃത്തിയാക്കി പിറ്റേ ദിവസത്തേക്ക് സെറ്റാക്കി വെക്കണം. കണ്ടോ, ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ എല്ലാം അടുക്കി പെറുക്കി നല്ല നീറ്റായി വെച്ചിട്ടുണ്ടാവും. നമ്മൾ കാലത്ത് കയറിപ്പോൾ ഈ ഒരു അവസ്ഥയായിരിക്കില്ല. കാലത്ത് നന്നായിരിക്കും, പക്ഷെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും ഫുള്ള് എല്ലാം വലിച്ചു വാരി ആകെ അലങ്കോലമായി കിടക്കുന്നുണ്ടാവും. നമ്മുടെ കട്ടിങ് മെഷീൻ കേട്ടോ. നമ്മൾ ഉച്ചവരെ ഒരു മെഷീൻ കൊണ്ട് കട്ട് ചെയ്യും, അത് കഴിഞ്ഞ് വേറെ മെഷീൻ എടുക്കും. ഒരുപാട് ചൂടാകുമ്പോഴേ നമ്മൾ ഡെയിലി 1000 പീസൊക്കെ നമ്മൾ കട്ടിങ് ചെയ്യുന്ന ആൾക്കാരാണേ. എത്ര പീസ് നമ്മൾ വർക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. മോഡൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കാത്തത് നമ്മൾ ഓരോ ഷോപ്പുകാരനും ഓരോ വർക്കാണ്, ഓരോ മോഡലായിരിക്കും. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചത് മാത്രം കാണിക്കുന്നുള്ളൂ കേട്ടോ. നല്ല കളർഫുള്ളായ മെറ്റീരിയലാണ്. നാളെ തിങ്കളാഴ്ച കൊണ്ടുപോകാനുള്ള വർക്കാണ്. അത് കഴിഞ്ഞ് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഓവർലോക്ക് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുക. ഓവർലോക്ക്, സ്റ്റിച്ചിങ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മളതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ അവർക്ക് തിങ്കളാഴ്ച വന്നാൽ കാലത്ത് തന്നെ വർക്ക് തുടങ്ങാമല്ലോ, ലേറ്റ് ആവണ്ടെന്ന് പറഞ്ഞിട്ടേ നമ്മൾ അത്രയും ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചില്ല വെച്ചാൽ നമുക്ക് യൂണിറ്റിൽ ഒരു ലാഭം ഉണ്ടാവില്ല. ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതെല്ലാം കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം രാത്രിയാവും. അപ്പോൾ ഓക്കെ, ബൈ.